എന്തുകൊണ്ട് ചെയ്യുന്നത്? ഇല്ല ഇല്ല ഇല്ല, ഇങ്ങനെ തോണ്ടാനും പേടിക്കാനൊന്നും പറ്റിയ സ്ഥലമല്ലത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ പാർക്കിലോ വേറെ എവിടേക്കോ നിങ്ങൾ പോയിക്കോ, അത് സംസാരിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇത് ചെയ്യേണ്ട സ്ഥലം ക്ലാസ്സല്ല. ഇത് ചെയ്യേണ്ട സ്ഥലം ക്ലാസ്സല്ല. അപ്പോൾ എന്തുകൊണ്ട് നിന്നെയും കൂടി ഉദ്ദേശിച്ചാൽ പറഞ്ഞു, നീ എപ്പോഴും അവളെ ഒട്ടി ഒട്ടി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതാണ് പറഞ്ഞത്. ഇത് പറ്റില്ല കേട്ടോ, ഇത് ചെയ്യേണ്ട പരിപാടി സ്ഥലമല്ല ഇത്. സംസാരിച്ച് കഴിഞ്ഞാ നീ ക്ലാസ് എടുക്കാവോ? ഇല്ല, നിങ്ങളുടെ സംസാരം കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കും. കഴിഞ്ഞില്ലേ? എടുക്കാല. എത്ര പറയണം ഞാൻ മിണ്ടാതിരിക്കണം എന്ന്? നിങ്ങൾക്കത് മനസ്സിലാവൂലേ? നിങ്ങൾ എത്ര സ്ട്രെസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെ എന്താണ് സ്റ്റാർട്ട് പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കയറുന്നു ഇറങ്ങുന്നു, എങ്ങനെ ഇതിനെ റിലേറ്റീവ്ലി കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യം മനസ്സിലായില്ലേ? ഇതുവരെ എടുത്തത് എങ്ങനെ മനസ്സിലാവാനാണ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംസാരിക്കണം. ആദ്യത്തെ നിന്നോടും കൂടിയാണ് പറയുന്നത്. നിന്നെ ശ്രദ്ധിച്ചാൽ നീ പറയും, നീ എല്ലാ നോട്ട്സും എഴുതുന്നുണ്ട്. പക്ഷെ നീ സംസാരിച്ചിട്ടാണ് അത് എഴുതുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ കിട്ടാനാണ്. ഇതൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇല്ല, ഇത് ഇനി അറ്റൻഡൻസ് തരാൻ പറ്റില്ല. ഇത് സ്ഥിരം പരിപാടിയാണ്. ഇത് ഒരിക്കലും കറക്റ്റ് ആവില്ല. ഇത് പറ്റില്ല. നോ. എന്താണ് ശ്രീതു? ക്ലാസ്സിലൊക്കെ വൈകിയ വരുന്നുണ്ടല്ലോ. പ്രശ്നമൊന്നുമില്ല, കേൾക്കാം. ആദി, നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ വൈകി വരരുത്. എന്തുവാണ് എന്നും വൈകി വരല്? അതൊരു 30 മിനിറ്റ് അല്ലേ, കുഴപ്പമില്ല. നിന്നോട് 5 മിനിറ്റ് വൈകി വരരുത് നിന്നോട് എത്ര വട്ടം പറയണത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ?